എന്തൊരു പോക്കാണല്ലേ വാഹനങ്ങളുടെ വില പോകുന്നത്. പണ്ടൊക്കെ ഒരു 8-7 ലക്ഷത്തിനൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സ്വിഫ്റ്റ് പോലുള്ള വാഹനങ്ങൾ ഇപ്പൊ കിട്ടുന്നത് 10 ലക്ഷത്തിനൊക്കെയാണ്. ഈ കാലം മാറിയനുസരിച്ച് എങ്ങനെയാണ് ഈ വാഹനങ്ങളുടെ വില എത്രത്തോളം കൂടിയെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ടെക് ലോഡഡ് ഫീച്ചേഴ്സ് വരും തോറും വാഹനങ്ങളുടെ വില വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, എസ്പെഷ്യലി ഒരു 6-7 മെമ്പേഴ്സ് ഉള്ള ഫാമിലിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാഹനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോൾ നിലവിൽ ഒരു ഉത്തരമേ ഉള്ളൂ, വിച്ച് ഈസ് ദ റെനോ ട്രൈബർ. ഡ്രൈവറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫേസ് ലിഫ്റ്റ് ഈ ഒരു 2 മാസം മുമ്പൊക്കെയാണ് പുറത്തിറങ്ങിയത്. അപ്പോൾ ആ ഒരു ഫേസ് ലിഫ്റ്റിൽ ഇതിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു വാഹനത്തിന്റെ മറ്റ് സവിശേഷതകൾ, നിങ്ങൾക്ക് ആ ഒരു വാഹനം സ്യൂട്ടബിൾ ആകുമോ, അതുപോലെ തന്നെ ആ ഒരു വാഹനം ഇപ്പോഴും ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ യൂസ് ചെയ്യുന്നില്ല, അതൊരു 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ചെറിയ പവറിൽ ആ ഒരു വാഹനം ആളുകളേക്ക് വെച്ചിട്ട് കയറ്റം കയറുക, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകും. എസ്പെഷ്യലി നമ്മളെ പോലുള്ള ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുള്ള, അല്ലെങ്കിൽ 6-7 ആൾക്കാരുള്ള നമ്മളെ പോലുള്ള ആളുകൾക്ക് ഒരുമിച്ച് പുറത്തു പോകണമെങ്കിൽ അത്തരത്തിലുള്ള വാഹനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ആവശ്യമാണ്. അപ്പോൾ ഒരു 5 സീറ്ററോ അല്ലെങ്കിൽ അതിലും ചെറിയ വാഹനങ്ങളോ എടുക്കുന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള 7 സീറ്റേഴ്സ് എടുക്കുന്നതായിരിക്കും നമുക്ക് ഉചിതം. പക്ഷേ അത് അങ്ങോട്ട് നോക്കി ഇപ്പോൾ എർട്ടിഗ അല്ലെങ്കിൽ ഇന്നോവയൊക്കെ പോലുള്ള വാഹനങ്ങൾ നല്ല വില കൊടുത്ത് വാങ്ങേണ്ട, അല്ലെങ്കിൽ നല്ല പ്രൈസി ആയിട്ടുള്ള വാഹനങ്ങളാണ്. അപ്പോൾ റെനോ ട്രൈബർ എന്ന് പറഞ്ഞ വാഹനം തികച്ചും അഫോർഡബിൾ ആയിട്ടൊരു വാഹനമാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി കാണാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.